ഹലോ മക്കളെ, എടാ എല്ലാവരും തമ്പ് കണ്ടിട്ട് വന്നതാന്നുള്ളത് മിക്കവാറും എനിക്കറിയാം. കാരണം നമുക്കറിയാം, ഒരു 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി അല്ലേ, സ്കൂളൊക്കെ തുറക്കാനുള്ളതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും എനിക്കുണ്ടായിരുന്നടാ 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോകണ്ടേ അല്ലേ, ഇനിയിപ്പോൾ പഠിക്കണം, നോട്ട്ബുക്ക് വാങ്ങണം. ഒരു പക്ഷെ 2 രീതിയിലുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ചടപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വെക്കേഷൻ കഴിയാനുള്ള അവസാന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ നമുക്കൊരു രസകരമായിരിക്കും. ഇനി 9ാം ക്ലാസ്സിൽ ഏതൊക്കെ ഫ്രണ്ട്സാണ്, മിക്കവാറും നമ്മളെ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. എന്നാൽ പോലും ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ യൂണിഫോം, ചില സ്കൂളുകളിലൊക്കെ യൂണിഫോം ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ആഴ്ചയിലാണ് നമ്മൾ നോട്ട്ബുക്ക് വാങ്ങാൻ പോവുക. അതുപോലെ തന്നെ പുസ്തകങ്ങൾ, കൊട, ബാഗ്, ഈ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോവുക. അപ്പോൾ നമുക്കറിയാം, ജൂൺ 3 തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കാന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ ജൂൺ 3 സ്കൂൾ തുറക്കോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണ് സ്കൂൾ തുറക്കാത്തത്? ഒന്നാമത് മക്കളെ, കനത്ത മഴയാണ്. കനത്ത മഴ ആയതുകൊണ്ട് തന്നെ സ്കൂൾ ലീവ് ആവുമോ, ഞങ്ങൾക്ക് ഇപ്പോഴും ബാഗ്, കൊട, യൂണിഫോം ഇതൊന്നും വാങ്ങാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഫുള്ള് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മുന്നിലൊക്കെ ഫുൾ വെള്ളം കെട്ടി നിൽക്കുകയാണ്, എന്തായാലും സ്കൂൾ തുറക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു രീതിയിൽ ജൂൺ 3 സ്കൂൾ തുറക്കില്ല എന്ന് പല വാർത്തകളും പടച്ചു വിടുന്നുണ്ട്. നിലവിൽ ജൂൺ 3 തന്നെയാണ് സ്കൂൾ തുറക്കുന്നത്. പിന്നെ അതാത് ജില്ലകളിൽ ഇപ്പം നമ്മൾ അതാത് ജില്ലകളിൽ അതാത് കളക്ടർമാർ നിങ്ങൾക്ക് പറയും, അല്ലെങ്കിൽ നിങ്ങളോട് വാർത്തയിലൂടെ പറയും, അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പറയും, അതാത് കളക്ടർമാർ ഇന്ന ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും. അല്ലെങ്കിൽ ഒരു ജില്ല തന്നെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എറണാകുളം കളമശ്ശേരിയിലൊക്കെ നല്ല മഴ പെയ്തിട്ട് നല്ല വെള്ളം പൊങ്ങിക്കാണ്. അപ്പോൾ ഒരു പക്ഷേ ഇന്നാണ് സ്കൂൾ തുറക്കുന്നില്ലെങ്കിൽ അവിടെ ആ കളമശ്ശേരി ഭാഗത്ത് ഒരിക്കലും സ്കൂൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്തുകൊണ്ടാണ്, അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് പല ജില്ലകളിലും, ചിലപ്പോൾ പല ജില്ലകളെ ഉള്ളിൽ തന്നെ പല താലൂക്കുകളിലും സ്കൂള് തുറക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല. പക്ഷേ ഇനിയും 2-3 ദിവസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി യാതൊരുവിധ ടെൻഷനും വേണ്ട. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുക. സ്കൂൾ ജൂൺ 3 തിങ്കളാഴ്ച തന്നെ തുറക്കുമെന്നാണ് ഇതുവരെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. തലേ ദിവസം എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്കൂളിൽ പോയിട്ട് മടങ്ങി വരേണ്ട അവസ്ഥ വരില്ല. തലേ ദിവസം തന്നെ ആ സമയത്തുള്ള മഴക്കനുസരിച്ച് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതാത് ജില്ലകൾക്കുള്ള കളക്ടർ സാറ് എന്തായിരിക്കും പറഞ്ഞു തരും. എല്ലാപ്പോഴും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കളക്ടറിൻ്റെ പേജ് നോക്കി നിൽക്കലേ, കളക്ടർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കളക്ടർ അവധി പ്രഖ്യാപിച്ചു, ഇങ്ങനെയാണ് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവുക. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അപ്പം മഴയൊന്നും പെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും കേരളം മുഴുവൻ അവധി എന്ന് പറയില്ല. ഓരോ ജില്ലകളിലും, ഇപ്പോൾ മലപ്പുറം ജില്ലക്ക് അവധി, എന്നിട്ട് പറയും നാളെ അവധിയുള്ള ഈ ജില്ലകൾ, അല്ലെങ്കിൽ നാളെ അവധി കൊടുക്കേണ്ട ജില്ലകൾ എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കും. മലപ്പുറം, കോഴിക്കോട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലം, അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ ആ ജില്ലകളിലത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. ഞങ്ങളുടെ ജില്ലയിൽ എന്തില്ല, നാളെ സ്കൂളില്ല. അപ്പോൾ ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ഭാഗത്ത് തന്നെ ചിലപ്പോൾ അവരടുത്ത ജില്ലയിലേക്ക്, ഇപ്പോൾ ഞങ്ങളൊക്കെ അതിർത്തിയിലുള്ള ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയുടെ അതിർത്തിൻ്റെ അല്ലെങ്കിൽ ജില്ല ഒരു ഭാഗം കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ജില്ല ആവുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ അപ്പുറത്തെ സ്കൂളിലൊക്കെ പോകുന്നവരുണ്ടാവും. ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലുള്ളവർ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലേൻ്റെ അതിർത്തിയിലുള്ളവർ അപ്പുറത്തെ ജില്ലയിലേക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സ്കൂൾ ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങോട്ടേക്ക് സ്കൂൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കനത്ത മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കളക്ടർ എന്തായിരിക്കും പറയും, നമുക്ക് സ്കൂളിൽ അവധിയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ആരും ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, യാതൊരുവിധ ടെൻഷനും ആവണ്ട, അല്ലെങ്കിൽ യാതൊരുവിധ സംശയത്തിൻ്റെ മുന്നിൽ നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിക്കോളൂ, ജൂൺ 3 തിങ്കളാഴ്ച നിലവിൽ ഒരു മാറ്റവുമില്ല, സ്കൂൾ തുറക്കും. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങളോട് നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളോട് എല്ലാതും അറിയിക്കും, ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ ഏത് ജില്ലക്കാണ് സ്കൂളില്ലാത്ത. 1-2 സ്കൂളുകൾക്കൊക്കെ ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ പറഞ്ഞു തരാൻ കഴിഞ്ഞോളം നിന്നില്ല. പക്ഷേ അതാത് ജില്ലകളിൽ, അല്ലെങ്കിൽ അതാത് ജില്ലകളിൽ തന്നെ കുറേ താലൂക്കുകളൊക്കെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിലൂടെയൊക്കെ മക്കളെ അറിയിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ മക്കൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഇത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനൊരു ചാനലുണ്ട്, ഇതിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും വരും. പിന്നെ ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്ക് കിട്ടണം, ഓണപ്പരീക്ഷയ്ക്ക് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയണം, ക്രിസ്മസ് പരീക്ഷയ്ക്ക് എങ്ങനെ വാങ്ങണം, എങ്ങനെയൊക്കെ ലൈവ് ഉണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ മക്കൾക്ക് സെറ്റാക്കി പറഞ്ഞു തരും. അപ്പോൾ ഓൾറെഡി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇങ്ങനെ കനത്ത മഴ കാരണം സ്കൂൾ തുറക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ പോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്തായിരിക്കും ഇതിലൂടെ പറയും.
വിത്ത് എന്തുകൂടി നമ്മൾ മെയിനായിട്ട് ഈ ചാനൽ എന്താണ്, നിങ്ങളുടെ പഠന കാര്യങ്ങളായിട്ട് എന്ന് വെച്ചാൽ 9ാം ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം എന്നുള്ള ഒരു ചാനൽ തന്നെയാണ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. മാത്രമല്ല ഇതിലെന്ത് ചെയ്യണം, ഈ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾ എത്തും. അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തരും. നിങ്ങൾ അതിലെന്തായാലും ജോയിൻ ചെയ്യണം മക്കളെ. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ചാനലൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ലിങ്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഒരു പണിയിലട, ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എത്തിപ്പെടുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലാണ്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാം. അപ്പോൾ ജൂൺ 3 മക്കളെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്കൂൾ തുറക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സ്കൂളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരുടെയും സ്കൂളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും ഏതാണെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനാണ് ഏത് കുട്ടികളാണ് കൂടുതലുള്ളത്, അപ്പോൾ എനിക്ക് ഏതൊക്കെ വീഡിയോ ചെയ്യണം അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോമ ഇട്ടിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ജില്ല ഏതാണെന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വരും ഓരോ വീഡിയോസിലൂടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുമുട്ടണം, കാണാം. ബൈ ബൈ ബൈ.